ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ദിയാസ് ടേസ്റ്റി കിച്ചണിലേക്ക് സ്വാഗതം. ഞാൻ ഇന്ന് ഒരു മോരുകറിയുടെ റെസിപ്പിയുമായിട്ടാണ് വന്നിരിക്കുന്നത്. തേങ്ങയൊക്കെ അരച്ച് ചേർത്ത നല്ലൊരു മോരുകറി. അപ്പോൾ നമുക്ക് ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഞാനിന്ന് മൺചട്ടിയിലാണ് മോരുകറി തയ്യാറാക്കുന്നത്. അതിനായിട്ട് ഞാൻ ഒരു ചട്ടി വെച്ച് കൊടുത്തു. ചട്ടി നന്നായി ചൂടായി വന്നപ്പോഴേക്കും അതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു. ഈ എണ്ണ നന്നായി ചൂടായി വരുമ്പോഴേക്കും നമുക്ക് 1/2 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. കടുക് നന്നായി പൊട്ടി വന്നു കഴിയുമ്പോഴേക്കും ഇതിലേക്ക് ഒരു 6 ചുവന്നുള്ളി ചെറുതായിട്ട് അരിഞ്ഞത്, 4 വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞത്, ഒരു കഷ്ണം ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞത് എന്നിവ ചേർത്ത് കൊടുക്കാം. ഇനി എരിവിന് വേണ്ടിയിട്ട് 2 പച്ചമുളക് കീറിയതും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഒരു 2 കറിവേപ്പിലയും ചേർത്ത് ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇനി സ്റ്റൗ ഒരു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്ക് ഇതിന് വേണ്ടിയിട്ടുള്ള തേങ്ങ ഒന്ന് അരച്ചെടുക്കണം. ഞാൻ ഒരു മിക്സിയുടെ കപ്പിലേക്ക് 3 ടേബിൾ സ്പൂൺ തേങ്ങ ചിരകിയത് എടുത്തിട്ടുണ്ട്. ഇനി ഈ തേങ്ങ ചിരകിയതിലേക്ക് നമുക്ക് 2 വെളുത്തുള്ളി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ ജീരകം പൊടിച്ചത്. ഞാൻ നല്ല ജീരകം പൊടിച്ച് വെച്ചിരിക്കുന്നത് കൊണ്ടാണ് പൊടി ചേർക്കുന്നത്. ജീരകം ചേർത്ത് കൊടുത്താലും മതി. ഇതെല്ലാം ചേർത്തിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. ഇതൊന്ന് നന്നായിട്ട് അരഞ്ഞു വരുമ്പോഴേക്കും ഇതിലേക്ക് കുറച്ച് വെള്ളവും കൂടി ചേർത്തിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. ഇപ്പം നമ്മൾ വഴറ്റാനിട്ടിരുന്ന ഉള്ളിയും വെളുത്തുള്ളി, ഇഞ്ചി, കറിവേപ്പിലയും പച്ചമുളകും ഒക്കെ നന്നായിട്ടൊന്ന് വഴന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 2 വറ്റൽമുളകും കൂടി ഒന്ന് കീറിയിട്ട് കൊടുക്കാം. ഇനി ഇതെല്ലാം ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. അതിനുശേഷം നമുക്കിതിലേക്ക് പൊടികളും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് പൊടികളും കൂടി ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ ഉലുവാപ്പൊടി. ഈ ഉലുവാപ്പൊടി ചേർത്ത് കഴിഞ്ഞിട്ട് ഒന്ന് ഇളക്കി കൊടുത്തു കഴിയുമ്പോൾ നമുക്കിതിലേക്ക് 1/4 ടീസ്പൂൺ കായപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. ഉലുവ ഞാൻ പൊടിച്ചെടുത്തത് കൊണ്ടാണ് ഇപ്പോൾ ചേർക്കുന്നത്. ഉലുവയാണെന്നുണ്ടെങ്കിൽ ആദ്യം കടുക് പൊട്ടിക്കുന്ന കൂടെ തന്നെ ഉലുവയും പൊട്ടിക്കണം. ഇപ്പം ഞാൻ ഉലുവാപ്പൊടിയും കായപ്പൊടിയും ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഞാനിതിലേക്ക് 1/2 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതെല്ലാം ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. മുളക് പൊടിയൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി. മുളക് പൊടി ചേർക്കുമ്പോൾ മോരിന് മുകളിൽ ഇങ്ങനെ ഒരു റെഡ് കളറിൽ ഇങ്ങനെ പൊങ്ങിക്കിടക്കും. അപ്പോൾ അത് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ മാത്രം മുളക് പൊടി ചേർത്ത് കൊടുത്താൽ മതി. ഇനി നമുക്കിതിലേക്ക് അരച്ച് വെച്ചിരിക്കുന്ന തേങ്ങ അരപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്ത് കഴിയുമ്പോഴേക്കും നമ്മൾ തേങ്ങ അരച്ച മിക്സിയുടെ കപ്പിലേക്ക് ഒരല്പം വെള്ളം ഒഴിച്ച് അതും കൂടി ഇതിലേക്കൊന്ന് ചുറ്റിച്ചൊഴിച്ച് കൊടുക്കാം. ഞാൻ തേങ്ങ അരച്ച കപ്പിൽ കുറച്ച് വെള്ളം ഒഴിച്ച് അത് ചുറ്റിച്ച് ഇതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഈ തേങ്ങയുടെയൊക്കെ പച്ചച്ചൊവയൊന്ന് മാറി കിട്ടണം. എന്നാൽ ഇത് തിളച്ചു പോകാനും പാടില്ല. അപ്പം നമുക്ക് ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ പാകത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കണം. ആ തേങ്ങ അരപ്പിൻ്റെ പച്ചച്ചൊവയൊക്കെ ഒന്ന് മാറി അതൊന്ന് ചൂടായി വരുമ്പോഴേക്കും നമുക്കിതിലേക്ക് മോരും കൂടി ചേർത്ത് കൊടുക്കാം. ഈ മോരിൽ ഞാൻ ഒരല്പം ഉപ്പും കൂടി ഇട്ടിട്ടുണ്ടായിരുന്നു. ഇനി ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. ഞാനൊരു 3/4 ലിറ്റർ മോര് എടുത്തിട്ടുണ്ട്. ഈ മോരുടച്ച പാത്രത്തിൽ നമുക്ക് ഒരല്പം വെള്ളം ഒഴിച്ച് അതും കൂടി ചുറ്റിച്ച് ഇതിലേക്കൊന്ന് ഒഴിച്ച് കൊടുക്കാം. എന്നിട്ടിത് നന്നായിട്ട് ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കുക. ഇതിപ്പോൾ വെള്ള കളർ പോലെ ഇരിക്കുന്നുണ്ടെങ്കിലും ഇതിങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കുമ്പോഴേക്കും നല്ല മഞ്ഞ കളറായി കിട്ടും. സ്റ്റൗ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതിങ്ങനെ നന്നായിട്ട് ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കുക. പിന്നെ മോര് ചേർത്തതിന് ശേഷം ഇത് തിളയ്ക്കാൻ പാടില്ല. തിളച്ച് കഴിഞ്ഞാൽ മോര് പിരിഞ്ഞു പോകും. ഞാനിതിൽ മുളക് പൊടിയും കൂടി ചേർത്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് റെഡ് കളറിൽ ഇങ്ങനെ മുകളിൽ പൊങ്ങിക്കിടക്കുന്നത്. അതങ്ങനെ വേണ്ടെന്നുണ്ടെങ്കിൽ മുളക് പൊടി ചേർക്കുന്നത് ഒഴിവാക്കിയാൽ മതി. ഇനി ഇത് നന്നായിട്ട് ഇങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കാം. മോര് തിളച്ച് പോകാൻ പാടില്ല. എന്നാൽ നന്നായിട്ടൊന്ന് ചൂടായി വരികയും വേണം. ഇതുപോലെ മൺചട്ടിയിലാണ് മോരുകറി വെക്കുന്നതെങ്കിൽ സ്റ്റൗ ഓഫ് ചെയ്ത് കൊടുത്തിട്ട് 2 മിനിറ്റ് വീണ്ടും നന്നായിട്ട് ഇങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കണം. അല്ലാന്നുണ്ടെങ്കിൽ ചട്ടിയുടെ ചൂട് കൊണ്ട് മോര് പിരിഞ്ഞു പോകും. ഇപ്പോൾ ഈ മോരുകറി റെഡി ആയിട്ടുണ്ട്. ഞാൻ സ്റ്റൗ ഓഫ് ചെയ്ത് കൊടുത്തു. ഇനി ഇതിൽ ഉപ്പൊക്കെ പാകത്തിനുണ്ടോ എന്ന് നോക്കട്ടെ. ഇതിനിപ്പോൾ പാകത്തിനുള്ള ഉപ്പൊക്കെ ഉണ്ട്. മോരിന് നല്ല പുളിയാണെങ്കിൽ നമുക്ക് ഒരു നുള്ളു പഞ്ചസാരയും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോഴേക്കും പുളി ഒന്ന് കുറഞ്ഞു കിട്ടും. ഇന്നത്തെ എൻ്റെ ഈ റെസിപ്പി ഇഷ്ടമായെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോസൊക്കെ ഷെയർ ചെയ്യാനും പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കാനും മറക്കരുത്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് അതോടൊപ്പം കാണുന്ന ബെല്ലൈക്കൺ പ്രസ് ചെയ്ത് നോട്ടിഫിക്കേഷൻ കൂടി എനേബിൾ ചെയ്യുക. താങ്ക്